Hi students, welcome to a new class. In the class നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തേർഡ് പോയിന്റ് ആണ് എക്സ്പെൻഡിച്ചർ ഓൺ സയൻറ്റിഫിക് റിസർച്ച്. അതായത് ചില ഡിഡക്ഷൻസ് നമുക്ക് അലൗ ചെയ്യുന്നുണ്ട്. റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ചെലവുകൾക്ക് നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഹിംസെൽഫ്. എന്താണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ അസസി ഹിംസെൽഫ് ക്യാരീസ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് ഇൻ റിലേഷൻ ടു ഹിസ് ബിസിനസ് എനി റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഷാൽ ബി അലൗഡ് ഇൻ ഫുൾ. ഇപ്പോൾ ഇതിൽ അസസി ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് ആ അസസി അവനവൻ്റെ സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് സയൻറ്റിഫിക് റിസർച്ചാണ് നടത്തുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഫുള്ളായിട്ട് അലൗഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അവനവൻ്റെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സയൻറ്റിഫിക് റിസർച്ച് അസസി തന്നെ കണ്ടക്ട് ചെയ്യുകയും അതുമൂലം അവർക്കൊരു റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. ചെറിയ രീതിയിൽ തോട്ടിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നല്ല കോൾഡാണ്, ദയവീത് സഹകരിക്കും എന്ന് വിചാരിക്കുന്നു. ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടാവും അറിയുന്നില്ല. സെക്കൻഡ് പോയിന്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി ഹിംസെൽഫ്. ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് അസസി ഇൻകർ ചെയ്യുന്നതെങ്കിൽ സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ ഓൺ ബിസിനസ്സിന് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അത് ഫുള്ളായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എളുപ്പത്തിൽ ഓർക്കാൻ എന്താ, അസസി സ്വന്തം ബിസിനസ്സിന് വേണ്ടിയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ റവന്യൂ എക്സ്പെൻഡിച്ചറോ സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇൻകർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് അലൗ ചെയ്യുന്നുണ്ട്. അത് ഓർത്ത് വയ്ക്കുക. ഈ കോൺട്രിബ്യൂഷൻ ടു മെയ്ഡ് ആൻഡ് അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ഓർ എ യൂണിവേഴ്സിറ്റി കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു അപ്രൂവ്ഡ് ഏജൻസിയോ റിസർച്ച് അസോസിയേഷനോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 100% a deduction of 100% of amount contributed is allowed. 100% ആ എമൗണ്ട് അവർക്ക് അലൗഡ് ആണ് എന്നുള്ളതാണ്, ഡിഡക്ഷന് അലൗഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഇനി സം പെയ്ഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ടു എ കമ്പനി. ഇനി ഒരു സയൻറ്റിഫിക് റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു കമ്പനിക്കാണ് കൊടുത്തെങ്കിൽ 100% എമൗണ്ട് അലൗഡ് ആണ്. ആൻഡ് സം പെയ്ഡ് ഫോർ സോഷ്യൽ ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച്. ഏതെങ്കിലും വകുപ്പിലുള്ള സോഷ്യലോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചോ ചെയ്തതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എമൗണ്ട് കൊടുത്തെങ്കിൽ അവിടെയും 100% എമൗണ്ട് അലൗഡ് ആണ്, പെയ്ഡ് ഈസ് അലൗഡ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ നാഷണൽ സം പെയ്ഡ് ടു എ നാഷണൽ ലബോറട്ടറി ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി approved by the prescribed authority, 100% of amount paid is allowed as a deduction. എക്സ്പെൻഡിച്ചർ ഓൺ ഇൻ-ഹൗസ് റിസർച്ച്, അവിടെ 100% എക്സ്പെൻഡിച്ചർ അലൗ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് എൻഗേജ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് പ്രൊഡക്റ്റോ റിസർച്ച് വർക്കോ ഓൺ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ഇൻ-ഹൗസ് റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ 100% നമുക്ക് അലൗഡ് ആണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഡിഡക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു 7 പോയിന്റ് ഇവിടെ വരുന്നുണ്ട്. ഈ 7 പോയിന്റും റിസർച്ചുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് വായിച്ചോ മനസ്സിലായത് 100% ഡിഡക്ഷൻ അലൗ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിൻ്റെ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്, റവന്യൂ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഒരു അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ, യൂണിവേഴ്സിറ്റി, കോളേജ്, ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി ഒരു കമ്പനിക്ക് കൊടുക്കുകയാണെങ്കിൽ, സ്റ്റാറ്റിസ്റ്റിക്കലോ സോഷ്യൽ റിസർച്ചോ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ, നാഷണൽ ലബോറട്ടറി ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ IIT-കൾക്കൊക്കെ ഉള്ള സം പെയ്ഡ് ആണെങ്കിൽ, ഇൻ ഹൗസ് റിസർച്ചിന് ഏത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് 100% ഡിഡക്ഷൻ അലൗബിൾ ആണ് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ഇനി 4ാമത്തെ പോയിന്റ് പറയുന്നത് കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ് ആണ്, അതായത് CTT എന്ന് പറയും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ എക്സ്പാൻഷൻ ഒക്കെ ചിലപ്പോൾ ചോദിക്കും, വാട്ട് ഇസ് CTT എന്നുള്ളത്. കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. A new tax called Commodities Transaction Tax is levied at 0.01% on a transaction of sale of commodity derivatives in respect of commodities other than agricultural commodity traded in the recognized associations. കമ്മോഡിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത് മെയിനായിട്ട്
ഈ അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ് അതുപോലെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അസോസിയേഷനിൽ നടത്തുന്ന ട്രേഡുകൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെറിയ ഒരു ടാക്സ് ലെവി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 0.01% ആണ് അത്തരത്തിലൊരു സെയിൽ നടക്കുമ്പോൾ നമുക്ക് ടാക്സ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം. എ മാനുഫാക്ചറിങ് യൂണിറ്റ് ഓഫ് ഇൻഡോർ മെയ്ഡ് ദ ഫോളോയിങ് എക്സ്പെൻഡിച്ചർ. സാലറി ഓഫ് സ്റ്റാഫ് എംപ്ലോയിഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച്. സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് നമ്മളൊരു സാലറി സ്റ്റാഫിന് കൊടുക്കുന്നുണ്ട്. സ്വന്തം ബിസിനസ്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അവനവൻ്റെ ബിസിനസ്സിന് സയൻറ്റിഫിക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി 1,45,000. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട് 3 lakh. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ്സിന് 5 lakh. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺ ബിസിനസ് അല്ലേ എന്നുള്ളത് നമ്മൾ മുകളിൽ നോക്കിയത്. 5 ലക്ഷം വരുന്നുണ്ട്. എമൗണ്ട് പെയ്ഡ് ടു അറ്റോമിക് റിസർച്ച് സൊസൈറ്റി, ഒരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണിത്. അപ്പോൾ ഈ ഒരു വേർഡാണ് നമ്മൾ മുകളിൽ നോക്കിയത്, അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 8 ലക്ഷം എത്രയാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു പോയിന്റ് കൂടി നോക്കാം, എമൗണ്ട് പെയ്ഡ് ടു ഡൽഹി യൂണിവേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റിൽ വന്നൊരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനോ യൂണിവേഴ്സിറ്റിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ റബ്ബർ ടെക്നോളജിയുടെ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 lakh rupees ആണ്. അപ്പോൾ ഇവിടെ കണ്ടോ, അപ്രൂവ്ഡ് ബൈ പ്രിസ്ക്രൈബ്ഡ് അതോറിറ്റി. ഈ വേർഡാണ് നമ്മളിപ്പോൾ തിയറിയിൽ ഇവിടെ നോക്കിയത്. ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് അഡ്മിസിബിൾ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഹെഡിൽ സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന എക്സ്പെൻഡിച്ചറിൽ എത്ര എമൗണ്ട് നമുക്ക് അഡ്മിസിബിൾ ആണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതൊക്കെ എമൗണ്ട് അഡ്മിസിബിൾ? റവന്യൂ എക്സ്പെൻഡിച്ചർ അലൗഡ്. ആദ്യത്തെ കേസിൽ റവന്യൂ സാലറി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഏത് എക്സ്പെൻഡിച്ചർ? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ അത് 1,45,000 വരുന്നുണ്ട്. പിന്നെ രണ്ടാമത്തേൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ലാൻഡിന് വേണ്ടിയിട്ട് 3 lakh വരുന്നുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻ ലാൻഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ്ക്ലൂഡിങ് ലാൻഡ് എന്നൊരു വേർഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഉണ്ടോ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ അസസി. അവനവൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ലാൻഡ് ഒഴികെ, ലാൻഡ് അതിൽ പെടുന്നില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ലാൻഡാണ് പറഞ്ഞിരിക്കുന്നത്, ശ്രദ്ധിക്കുക. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ലാൻഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അഡ്മിസിബിൾ അല്ല. അപ്പോൾ ഇത് കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്തത് നോക്കൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് കാണിക്കണം. ലാൻഡ് എന്നൊരു വേർഡ് വന്നു കഴിഞ്ഞാൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, ഇത് എടുക്കണം. ഇവിടെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ബിൽഡിങ്സ് ആൻഡ് എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് എടുക്കണം. എമൗണ്ട് പെയ്ഡ് ടു അറ്റോമിക് റിസർച്ച്, അതെന്താണ്? നമുക്ക് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് അത്? അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസൊക്കെ നമ്മൾ ഈ തിയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കോൺട്രിബ്യൂഷൻ ഇവിടെ കണ്ടില്ലേ, കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്രൂവ്ഡ് റിസർച്ച് അസോസിയേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കത് അഡ്മിസിബിൾ ആണെന്ന്. അപ്പോൾ ഇവിടെ കൃത്യമായി നമ്മുടെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ട് അറ്റോമിക് റിസർച്ച് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത് നമുക്ക് അലൗബിൾ ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അത് നമ്മുടെ തിയറിയിൽ പറഞ്ഞിട്ടുണ്ട്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി സം പെയ്ഡ് ടു എ നാഷണൽ ഓർ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആണല്ലോ. അപ്പോൾ ആ ഒരു എമൗണ്ട് നമുക്ക് അവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും തന്ന ക്വസ്റ്റ്യനിൽ ഏതൊക്കെ നമുക്ക് ഒഴിവാക്കിയത്? ലാൻഡിന് വേണ്ടി വന്ന എക്സ്പെൻഡിച്ചർ മാത്രം ഒഴിവാക്കി, ബാക്കിയെല്ലാം നമുക്ക് അഡ്മിസിബിൾ ആണ്. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നെടുത്ത നമ്മളെ 2 പോയിന്റുകൾ, ഒന്ന് സയൻറ്റിഫിക് റിസർച്ചിൻ്റെ എക്സ്പെൻഡിച്ചറും അതേപോലെ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സും. ഓക്കെ, ഇതിൻ്റെ ബേസിൽ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കുറച്ചുകൂടി പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഈ ചെറിയൊരു ടോപ്പിക്കേ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ അലൗഡ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 7 പോയിന്റിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ലാൻഡ് ഒഴികെ ബാക്കി എല്ലാം എടുക്കൂ, ബാക്കി എല്ലാ ഹെഡിങ്ങുകൾ നോക്കുക. 100% നമുക്ക് അലൗഡ് ആണ് എന്നുള്ള കാര്യം. CTTയിൽ നമുക്ക് 0.01 ടാക്സ് ലെവി ചെയ്യണം. അത്രമാത്രം 2 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാണ് അത് അഡ്മിസിബിൾ ആണോ നോക്കുന്ന വിധമാണ് ഇവിടെ പറഞ്ഞത്. ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, താങ്ക് യു.